സിപിഎമ്മും അല്ലെങ്കിൽ ബിജെപി തമ്മിലുള്ള ഡീൽ എവിടെയാണ്, ഏത് രീതിയിലാണ്, ഏത് നിയോജകമണ്ഡലത്തിലാണെന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് പറയാമോ? ഇവർക്ക് ആരെക്കൊണ്ട് സാധിച്ചോ? ഇപ്പൊ ബിജെപിയെ കുറിച്ച് കാലങ്ങളായിട്ട് കുറെ നുണകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു നരേഷൻ ഈ പറയുന്ന ചില മാധ്യമങ്ങളും ഈ പ്രതിപക്ഷത്തുള്ള പ്രതിപക്ഷത്തല്ല, ഞാൻ പറഞ്ഞ ഇടതും വലതും തമ്മിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അവർ കാലങ്ങളായിട്ട് അതിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ വസ്തുത എന്താണ്? ഇപ്പൊ നിങ്ങളിപ്പോ ഈ പറഞ്ഞ FCRA എന്ന് പറയുന്ന നിയമഭേദഗതിയെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. അത് ഏറ്റവും വലിയ രീതിയിൽ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ മറ്റ് ഞങ്ങൾക്കെതിരായിട്ടുള്ള കക്ഷികൾ വളരെ സുന്ദരമായിട്ട് ഉപയോഗിച്ചൊരു സാധനമാണ്. നിങ്ങൾക്കറിയാവോ, മാർച്ച് 31 ചങ്ങനാശ്ശേരി ബിഷപ്പ് അഭിവന്ദ്യ തറയിൽ പിതാവ് ഒരു ഫേസ്ബുക്കിൽ പ്രകടിപ്പിച്ചു. ഈ നിയമഭേദഗതി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ആശങ്ക ഉളവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് കേട്ട ഉടനെ തന്നെ പാതിരാത്രിക്ക് ഫ്ലൈറ്റ് പിടിച്ചുകൊണ്ട് ഈ UDF-ന്റെയും LDF-ന്റെയും MP-മാര് ഡൽഹിയിൽ ചെന്ന് പിറ്റേ ദിവസം രാവിലെ അവിടെ ഒരു പ്രൊസഷൻ നടത്തി, ഒരു പ്രതിഷേധ യോഗം. എന്നാൽ വസ്തുത എന്താണ്? വസ്തുത എന്ന് പറഞ്ഞാൽ മാർച്ച് 25 ഈ നിയമ ഭേദഗതി പാർലമെന്റ് അവതരിപ്പിച്ചതാണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലും ലോക്സഭയിലും MP-മാർക്കെല്ലാം ഇതിന്റെ കോപ്പി കൊടുത്തു. അത് കൊടുത്തിട്ടാണല്ലോ ഇത് അവതരിപ്പിക്കുന്നത്. 7 ദിവസം ഈ MP-മാർ മൗനമായിരുന്നു. കാരണം എന്തുകൊണ്ടാ? അവർക്കറിയാം നിയമ ഭേദഗതി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഒരു ഹൈലൈറ്റ് ചെയ്ത് എന്താ? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിരെയാണെന്ന്. ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിരെയാണെന്നുള്ള വാക്ക് തന്നെ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ദേശവിരുദ്ധതയുണ്ട്. കാരണം ഈ FCRA എന്ന് പറയുന്ന 16,400 FCRA അക്കൗണ്ട് ഇന്ത്യയിലുള്ളതിൽ 22,000 കോടി രൂപ അതിനനുസരിച്ച് ഇന്ത്യ വരുമ്പോൾ അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല, അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട NGOയ്ക്കും ഈ പറഞ്ഞ സമൂഹത്തിനും ഈ അക്കൗണ്ടുള്ളവർക്ക് എല്ലാം ബാധകമാണ്. അപ്പോൾ അവിടെ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി മാത്രമാണ് ഈ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ആഘോഷിച്ചവര് സത്യത്തെ നാണം കെട്ട് അവരിപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് ക്ഷമ ചോദിക്കേണ്ട വസ്തുതയാണ്. കാരണം എന്തുകൊണ്ടാ 7 ദിവസം എന്തുകൊണ്ട് ഇവരുടെ കയ്യിൽ വെച്ചോട്ട് ഇതിനകത്ത് അപകടം ഉണ്ടെങ്കിൽ ഈ MP-മാർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പൊ ഇവർ കാപട്യത്തിന്റെ നിറകൂടങ്ങളല്ലേ? അതല്ലേ കേരളത്തിൽ തിരിച്ചറിഞ്ഞ്. അപ്പൊ ഒന്നതെ. മൂന്നാമതായിട്ട് എന്നോട് ചോദിച്ച കാര്യം, ഞങ്ങൾ ഉയർത്തിയ 1-2 കാര്യങ്ങളിൽ, അതായത് 2020യും അല്ലെങ്കിൽ BDJSനെ പോലെയുള്ള ഘടകകക്ഷികൾക്ക് അമിതമായി സീറ്റ് കൊടുത്തില്ലേ? അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ, ഞങ്ങളത് ചെയ്യേണ്ടതല്ലേ?